ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചേച്ചിയുടെ അരങ്ങേറ്റ ഓക്കെ. അപ്പൊ നമ്മൾ ഗുരുവായൂര് പോവാണ്. ആൻഡ് അത്രേ ഉള്ളൂ. This is channel takeover. Follow google.exe. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയതൊരു സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ആൻഡ് തന്നെ അവിടെ നിന്ന് നേരെ ഗുരുവായൂർക്ക് പോകും. ജാഗോനോ 2 ചിക്കൻ ബിരിയാണി, 2 കുഴിമന്തി. അതിവിടെ കിട്ടില്ല. എന്താ റോക്കറ്റോ? മേക്കപ്പ് ഇട. അങ്ങനെ നമ്മളെല്ലാവരും ഹോട്ടൽ രുക്മിണി റെഗൻസിയിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ലഗേജൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. നെക്സ്റ്റ് നമുക്ക് കിച്ചുവിൻ്റെ അടുത്ത് പോകാം. അപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ. ഇവർ സാധനങ്ങളൊക്കെ വണ്ടി നടക്കുക. ചിക്കനോ? ഓ, അടഞ്ഞില്ല. ചേച്ചിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. എക്സൈറ്റ്മെന്റ് കൂടിയിരിക്കുന്നു എല്ലാവർക്കും. കൂടുതൽ നീട്ടി വലിക്കരുത് അങ്ങനെ. അതല്ല ഞാൻ സാധനോ ബംഗാളി അറ്റ് വർക്ക്. സിമെന്റിന് പകരം ബാഗ് ചുമക്കുന്നു. അങ്ങനെ എല്ലാവരും ഹോട്ടലിലെത്തി റൂമിലൊക്കെ കയറി ചെക്ക് ഇൻ ചെയ്യാനുള്ള തിരക്കിലാണ്. ആൻഡ് വേറൊരു സ്ഥലത്ത് ഞാൻ മേക്കപ്പും കാര്യങ്ങളുമായിട്ട് ബിസിയായിരുന്നു. ഇവർ റെഡി ആകുമ്പോഴത്തേക്കും ഞാനും റെഡിയായി തീരും. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 6:30 നമ്മുടെ സ്ലോട്ട്. ദീദിയുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹം സഫലമാവുകയാണ്. അതിനുവേണ്ടി ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. റെഡിയാണോ? മുഖത്ത് ലൈറ്റ് ഇല്ല. ഇനിയിപ്പോ അതെ, നമുക്ക് ദക്ഷിണ കൊടുക്കൽ ചെയ്താലോ? ഫാൻസിന്റെ കാര്യം എന്ത് ചെയ്യുന്നത്? ആന്റി ഇവിടെ ഉണ്ടാവും. അവരോട് ഇവിടെ നിൽക്കുന്ന ഞങ്ങളിപ്പോ കാലം. അപ്പം ഞാനും മിലുവാണ് ഇന്നിപ്പോൾ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ദക്ഷിണയുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങളുടെ ഗുരുവായ നാരായണി ആൻറ്റിയുടെ അടുത്തേക്ക് പോയി. ദക്ഷിണ കൊടുക്കൽ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടത്തി. ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ് ഇന്നിപ്പം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ പെർഫോം ചെയ്യുന്ന കാര്യമാണെങ്കിലും നാരായണി ആൻറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. കാരണം ആളായിരുന്നു ഒരു കോൺസ്റ്റൻറ്റ് പുഷ് തന്നുകൊണ്ടിരുന്നത്. പെർഫോം ചെയ്യണം, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ആൻറ്റി തന്നിട്ടുണ്ട്. നല്ലോണം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് എനിക്കും മിലുവിനും ഇന്ന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇത് വളരെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആണ് ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ചെറിയ ഗ്ലിംസസ് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചത്.
അരുണേട്ടൻ പോണില്ലേ ദക്ഷിണ മേടിക്കാൻ? ഒരു ഇതിനു മുന്നേ ഇതുപോലെ ദക്ഷിണ കൊടുത്തത് എൻ്റെ കല്യാണത്തിൻ്റെ അന്നായിരുന്നു. 2 വർഷം മുന്നേ ഇതേ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. അപ്പം അതേ സ്ഥലത്ത് വന്നിട്ട് ഡാൻസിന് വേണ്ടിയിട്ട് ദക്ഷിണ കൊടുക്കും എന്നൊരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ യെസ്, അതും നടന്നു. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വീഡിയോസും ഒക്കെ ഏൽപ്പിച്ചത് എൻ്റെ കസിന് തന്നെയാണ്. കോക്കോ വൈബ്സ് എന്ന ചാനലിൻ്റെ ഉടമസ്ഥനാണ് സമ്യക്. അവനാണ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു തന്നത്. അപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അപ്പം പെർഫോമൻസിന് മുന്നേ തന്നെ വേണ്ടത്ര ഫോട്ടോസ് എല്ലാം എടുക്കാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ടൈംലി ചെയ്തു. ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ ഇനി ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാ ബഹളങ്ങളും കഴിഞ്ഞു. ഇനി നേരെ സ്റ്റേജിൽ പോവുക, പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കൂടെ നടന്ന് ബാക്ക് സ്റ്റേജിലെത്തി. പിന്നെ ഇന്ന് എൻ്റെയും മിലുവിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ വേറെ 6 പേരുടെ ഒരു ടീമും കൂടെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടംപോലെ സ്റ്റേജസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ടെൻഷൻ എനിക്കും മിലുവിനും ഉണ്ടെങ്കിലും ഇവരെല്ലാവരും ഉണ്ടല്ലോ എന്നോർത്തിട്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. അങ്ങനെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓൺ സ്റ്റേജ് നമസ്കരിച്ചു. നാരായണി ആൻറ്റി ത്രൂ ഔട്ട് അവിടെ തന്നെ സൈഡിൽ കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങളുടെ പെർഫോമൻസിൻ്റെ കുറച്ച് ഗ്ലിംപ്സസ് ഞാൻ ആഡ് ചെയ്യാം. അല്ല 11% അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറെ നല്ല ഫോട്ടോസ് ഒക്കെ